നമസ്കാരം. സമാധാനം. ഒരു കാര്യത്തിലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ സത്യം പറഞ്ഞല്ലോ. അദ്ദേഹം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അക്കാര്യം. ലഹരി മരുന്ന് മാഫിയ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നാണ് പിണറായി വിജയൻ സാർ ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ലഹരി മാഫിയക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങുമെന്നാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ പിണറായി വിജയൻ പറഞ്ഞത്. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? കഴിഞ്ഞ 8 കൊല്ലത്തിലധികമായി സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയൻ സാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അതിഭീകരമായ കുറ്റകൃത്യങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അച്ഛനെ മകൻ കഴുത്തറുത്തു കൊല്ലുന്നു, അമ്മായിയമ്മയെ മരുമകൻ തീ കൊളുത്തി കൊല്ലുന്നു, അയൽവാസികളെ വെട്ടിക്കൊല്ലുന്നു, നടുറോഡിൽ സ്ത്രീകൾ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അക്രമാസക്തരാകുന്നു, റാഗിംഗ് എന്ന പേരിൽ സഹപാഠികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നു. അങ്ങനെ എന്തെല്ലാം. മദ്യം മാത്രമല്ല കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്, മയക്കുമരുന്ന് കൂടിയാണ്. മദ്യത്തിന് വില കൂട്ടുമ്പോൾ കൂടിയ വില കൊടുത്ത് മദ്യം വാങ്ങാൻ കഴിയാതെ വരുന്നവർ കഞ്ചാവ് പോലെയുള്ള താരതമ്യേന വില കുറഞ്ഞ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആസാമിലും ബംഗാളിലും മറ്റും നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ വൻതോതിൽ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് വിതരണം നടത്തുന്നുണ്ട്. പ്രണയനൈരാശ്യത്തിന്റെ പേരിൽ പക തീർക്കുന്ന സംഭവങ്ങളിലും മയക്കുമരുന്നിന്റെ പങ്ക് പുറത്തു വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലും ബന്ധമുണ്ട്. മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയും അവർ മയക്കുമരുന്നിന്റെ ക്യാരിയർമാരായി മാറുകയും ചെയ്യുന്നുണ്ട്. മയക്കുമരുന്ന് വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ അതിന്റെ ക്യാരിയർമാരാകാൻ നിർബന്ധിതരാകുകയാണ് പലരും. എന്തും ചെയ്യാൻ, എത്ര മൃഗീയമായ കുറ്റകൃത്യവും ചെയ്യാൻ ഇക്കൂട്ടർക്ക് മടിയില്ലാതായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്നുകൾ അത്രയധികം ഇവരുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നു എന്ന് മനോരോഗ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. പോലീസും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പ്രതികാരം തീർക്കാനും പലരും മയക്കുമരുന്നിനെ ആയുധമാക്കുന്ന സംഭവങ്ങൾ നിരവധി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് ശോഭ വിശ്വനാഥൻ എന്ന യുവതിയുടെ സ്ഥാപനത്തിൽ കഞ്ചാവ് കൊണ്ടുവച്ച് അവരെ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചത് അവരുടെ സുഹൃത്ത് തന്നെയായ ഹരീഷ് ഹരിദാസ് ആയിരുന്നു. അയാളെ നാർക്കോട്ടിക് വിഭാഗം പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് കൈത്തറി വില്ല എന്ന ശോഭ നടത്തുന്ന സ്ഥാപനത്തിലാണ് 1/2 കിലോ കഞ്ചാവ് കൊണ്ടുവച്ച് അവരെ കെണിയിൽപ്പെടുത്താൻ ഹരീഷ് ശ്രമിച്ചത്. കഞ്ചാവ് ശോഭയുടെ സ്ഥാപനത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതിനു ശേഷം ഇവർ തന്നെയാണ് എക്സൈസിനെ അറിയിച്ചത്. കഞ്ചാവ് പിടിച്ചെടുത്ത ശേഷം ഇവർ നിരപരാധിയാണെന്ന് കണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ഹരീഷിനെയും ഇയാളുടെ സഹായിയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എക്സൈസ്. സമാനമായ സംഭവമാണ് കഴിഞ്ഞ വർഷം ചാലക്കുടിയിൽ നടന്നത്. ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ സ്ഥാപനത്തിൽ MDMA എന്ന പേരിലുള്ള പദാർത്ഥം കൊണ്ടുവച്ച് കുടുക്കിയത് അവരുടെ ബന്ധു കൂടിയായ യുവതിയും ക്രിമിനൽ പശ്ചാത്തലമുള്ള അവരുടെ സുഹൃത്തുമായിരുന്നു. 78 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കിടന്നത്. അവരിപ്പോൾ നിയമ പോരാട്ടത്തിലാണ്. നിരപരാധിയാണെന്ന് കണ്ടാണ് കോടതി അവർക്ക് ജാമ്യം നൽകിയത്. 2021 തിരുവനന്തപുരം ജില്ലയിലെ പാലോട് വിശ്വനാഥൻ പിള്ളയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. കണക്കിൽപ്പെടാത്ത 20 ലക്ഷം രൂപയും ഇയാളിൽ നിന്ന് അന്ന് പിടിച്ചെടുത്തിരുന്നു. ഒന്നും രണ്ടുമല്ല, 5 തവണയാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത്. ആയുർവേദ വൈദ്യശാലയുടെ മറവിൽ കഞ്ചാവും ചാരായവും വിറ്റതിന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിതുര സ്വദേശിയായ വിക്രമനും കൂട്ടാളി സഞ്ജുവും പിടിയിലാകുന്നത് 2022 പിന്നീട് വിക്രമന്റെയും സഞ്ജുവിന്റെയും വീടുകളിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവും ചാരായവും വെടിയുണ്ടയും വരെ പിടിച്ചെടുത്തിരുന്നു. കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് കോടികളുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തത് 2022 ഓഗസ്റ്റിലാണ്. MDMA ആണ് പിടിച്ചെടുത്തത്. പ്രതികളായ യുവതിയെയും മറ്റു 2 പ്രതികളെയും രക്ഷപ്പെടുത്താൻ എക്സൈസിലെ തന്നെ ചിലർ ശ്രമിച്ചത് അന്ന് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പിണറായി വിജയൻ സാറിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചത്. എന്നിട്ട് സംഭവിച്ചതോ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെറും 5 കൊല്ലം കൊണ്ട് പുതിയതായി തുറന്നു കൊടുത്തത് 544 ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളുമാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷത്തിന്റെയും പൊതുജനങ്ങളുടെയും എതിർപ്പുകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയിരിക്കുന്നു പിണറായി വിജയൻ സാറിന്റെ സർക്കാർ. ഞങ്ങളിത് ചെയ്യുമെന്ന് എതിർക്കുന്ന പൊതുജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ. ആരോ എഴുതി കൊടുത്ത കഥാപ്രസംഗം വായിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. കേരളത്തിൽ ഇനിയും മയക്കുമരുന്ന് ഒഴുകും, ഇനിയും കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കും. വെളിവും വെള്ളിയാഴ്ചയും ചിന്താശേഷിയുമില്ലാത്ത ഒരു തലമുറയെയാണ് കമ്മ്യൂണിസത്തിന് ആവശ്യം. തലയ്ക്ക് വെളിവുള്ള ഒരുത്തൻ പോലും പഴകി ദ്രവിച്ച് ദുർഗന്ധം വമിക്കുന്ന കമ്മ്യൂണിസം എന്ന നശിച്ച പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഒഴുകേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം,
അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.